എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടെയൊക്കെ ആയിട്ട് വിവിധ ആനുകൂല്യങ്ങൾ, അതും APL BPL വ്യത്യാസമില്ലാതെ നൽകുന്നതടക്കം നിലവിലുണ്ട്. 2025 വർഷത്തിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജീവിത സായാഹ്നത്തിലെത്തിയ മുതിർന്ന വ്യക്തികൾ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് നമുക്കറിയാം. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുടെ രൂപത്തിലാണെങ്കിൽ മറ്റ് ചിലർക്ക് അത് സാമ്പത്തിക പ്രശ്നങ്ങളുടെ രൂപത്തിലായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും സർക്കാരും ഏജൻസികളും ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് നിലവിൽ ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, കേന്ദ്ര സർക്കാർ APL BPL വ്യത്യാസം ഇല്ലാതെ വരുമാന പരിധി ഒന്നും നോക്കാതെ തന്നെ ഒരു കുടുംബത്തിലെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പരിരക്ഷ സ്കീം വഴി കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വകാര്യ പൊതുമേഖല സഹകരണ ആശുപത്രികൾ വഴി ഈ സൗജന്യ ചികിത്സ രാജ്യമെമ്പാടും ലഭ്യമാണ്. അടുത്തത്, മുതിർന്ന പൗരന്മാരുടെ പേരിലുള്ള നിക്ഷേപങ്ങൾക്ക് കൂടിയ പലിശ നിരക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. സാധാരണക്കാരെ അപേക്ഷിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, സേവിങ്സ് അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് നൽകുന്ന പലിശ നിരക്ക് മുതിർന്ന പൗരന്മാർക്ക് കൂടുതലാണ്. മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് സാധാരണ FDയേക്കാൾ 0.25% മുതൽ 0.75% വരെ ഉയർന്ന പലിശ നിരക്കാണ് മിക്ക ബാങ്കുകളും ഇപ്പോൾ നൽകി വരുന്നത്. അടുത്തതായി, സൗജന്യമായും അല്ലാത്തതുമായി വിവിധ പെൻഷൻ പദ്ധതികൾ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴിയും ബാങ്ക് വഴിയും നടപ്പിലാക്കി വരുന്ന സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, നാഷണൽ പെൻഷൻ സ്കീം, അതുപോലെ തന്നെ പ്രധാനമന്ത്രി വയോവന്ദൻ യോജന പോലുള്ള പദ്ധതികളിലൂടെ പ്രായമായവർക്ക് തുടർച്ചയായിട്ടുള്ള വരുമാനം ഉറപ്പുവരുത്തുവാൻ കഴിയുന്നതാണ്. അതേസമയം 60 വയസ്സ് കഴിഞ്ഞ എന്നാൽ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയാത്തവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വാർദ്ധക്യകാല പെൻഷന് അവർ സ്ഥിരതാമസമാക്കിയ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ എല്ലാ മാസവും സൗജന്യമായിട്ട് പെൻഷൻ ലഭിക്കുന്നതാണ്. നിലവിൽ മാസം 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷനായിട്ട് നൽകി വരുന്നത്. മുതിർന്നവർക്കായി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിലും നിരവധി ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നുണ്ട്. വ്യക്തിഗത ഗുണഭോക്താക്കൾ പദ്ധതികൾ വഴി സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതികളുണ്ട്. നിർധനരായിട്ടുള്ള വൃദ്ധരായവർക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുണ്ട്. വയോജനങ്ങൾക്ക് കട്ടിലും കമ്പിളി പുതപ്പും നൽകുന്ന പദ്ധതിയുണ്ട്. ഇവ ഓരോ വർഷവും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായിട്ടുള്ള വാർഷിക പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത്. ഭൂപ്രകൃതിയും ജില്ലയും അനുസരിച്ച് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും പദ്ധതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാനത്ത് 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി 50,000 രൂപ സർക്കാർ സഹായമായിട്ടും നൽകുന്നതാണ്. ഇതിൽ 12,500 രൂപ സർക്കാർ സബ്സിഡിയാണ്. അത് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് ഇല്ല. നവജീവൻ എന്ന ഈ വായ്പാ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട്. BPL വിഭാഗത്തിനും മുൻഗണനയുണ്ട്. പൊതുവിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നവജീവൻ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.